ഹായ്, വെൽക്കം ടു ദേവ് സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് ഹെയർ പായ്ക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഒരു ഹെയർ പായ്ക്ക വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പായ്ക്കിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറും. ഓക്കെ, അപ്പം ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് മുടി കൊഴിച്ചിലല്ലേ. അപ്പോൾ സാധാരണയായിട്ട് 2-3 മുടി കൊഴിയുന്നതൊന്നും പ്രശ്നമല്ല. പക്ഷേ ലിമിറ്റില്ലാതെ കുറേ മുടി കൊഴിയുവാണെങ്കിലാണ് നമ്മൾ ഈ ഇച്ചിരി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന മുടി കൊഴിച്ചിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചൊക്കെ തൈറോയിഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ PCOD അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിയും. അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ ആദ്യം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അതൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പായ്ക്കുണ്ടല്ലോ, ഹെയർ പായ്ക്ക്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കുറേ ഹെയർ പായ്ക്കും ഹെയർ ഓയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ തൈറോയിഡോ PCOD ഉള്ളവരാണെങ്കിൽ മരുന്ന് കഴിച്ചത് കൺട്രോൾ ചെയ്യുന്നിടം വരെയും നിങ്ങൾക്ക് ഹെയർ ഫോൾ നന്നായിട്ട് കൂടും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പായ്ക്കൊക്കെ ഇട്ടിട്ടും വലിയ യൂസൊന്നും ഇല്ല. കാരണം മരുന്നെടുത്ത് അതൊന്നും നോർമലാവാതെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ അങ്ങനെ മാറത്തില്ല. നമ്മുടെ ഈ ഹോർമോൺ പ്രോബ്ലം എല്ലാം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ എണ്ണയോ അതേപോലത്തെ ഈ ഹെയർ പായ്ക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കൊഴിഞ്ഞു പോയ മുടികളുണ്ടല്ലോ അത് ചെറുതായിട്ട് കിളിച്ചു വരും. പക്ഷേ ടൈം എടുക്കും. ഇപ്പം നമ്മൾ ഇന്ന് എന്തെങ്കിലും പായ്ക്ക് ഇട്ടാലോ അല്ലെങ്കിൽ എണ്ണ തേച്ചാലോ ഒന്നും പെട്ടെന്നൊന്നും മുടി കിളിക്കത്തില്ല. 1 മാസമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ എണ്ണ അല്ലെങ്കിൽ ഏതൊരു പായ്ക്ക് ഇടുമ്പോഴോ അതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ അല്ലാതെ ശ്രദ്ധിക്കണം. നമ്മളുടെ മുടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം ഒരു ദിവസം 2 നേരമെങ്കിലും നമ്മൾ മുടി ചീകി ചിടക്കൊക്കെ കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ചില ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ, ഞാൻ കുറച്ചാൾ മുമ്പ് വരെയും ഞാൻ മുടി അങ്ങനെ ചീകത്തില്ല. മുടി ചീകുമ്പോൾ കുറേ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ മുടി അപ്പോൾ ചീകാതിരുന്ന് കഴിഞ്ഞാൽ മുടി കൊഴിയത്തില്ലല്ലോ എന്ന്. അത് ഭയങ്കര ഒരു തെറ്റാണ്. നമ്മൾ ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ മുടി ചീകാതിരിക്കുന്നത്. ദിവസം 2 നേരമെങ്കിലും മിനിമം രാവിലെയും വൈകിട്ടും ചീകിയാൽ മതി. നമ്മൾ മസ്റ്റായിട്ടും മുടി ചീകണം. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കസ്റ്റർ ഓയിലിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഷാമ്പു ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഇപ്പം നമ്മളുടെ മനസ്സാണല്ലോ എല്ലാം. ഇപ്പം നമുക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ കുഴപ്പം പറ്റില്ല. പിന്നെ ഒരു ടെൻഷൻ, ഇപ്പം മുടി കൊഴിയുമോ എന്നൊക്കെ ഓവർ കോൺഷ്യസ് ആയിട്ടുള്ളവർ നിങ്ങൾ ആഴ്ച 3 തവണയൊക്കെ പായ്ക്കാണെങ്കിലും, ഇപ്പം നിങ്ങൾ അല്ലാതെ എണ്ണയൊക്കെ തേക്കുന്നവരുണ്ടല്ലോ, അവരാണെങ്കിലും എണ്ണ തേച്ചിട്ട് ഷാമ്പു ഇടുന്നത് ആഴ്ച 3 ദിവസം മതി. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റും. ഓക്കെ, ഞാൻ ഡെയിലി ഷാമ്പു തേക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ പേരിൽ മുടി കൊഴിച്ചിലോ അങ്ങനൊന്നും ഇല്ല. പിന്നെ നമ്മളെ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നം സ്പ്ലിറ്റ് എൻഡ്സ് അല്ലേ. കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവാക്കാൻ. പക്ഷെ അതൊന്നും നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എണ്ണ തേക്കത്തില്ലേ, എണ്ണ തേക്കുന്ന സമയത്ത് മുടിയുടെ തുമ്പിലൂടെ എണ്ണ തേക്കാൻ ശ്രമിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന എന്തെങ്കിലും പായ്ക്കൊക്കെ ഇടുവാണെങ്കിൽ തന്നെ സ്കാൽപ്പിൽ മാത്രമേ ഇടത്തുള്ളൂ അല്ലേ. എണ്ണ തേക്കുമ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ സ്കാൽപ്പിലിടും. മുടിയുടെ ഈ ലെങ്തിലും അല്ലെങ്കിൽ തുമ്പത്തും ഒന്നും നമ്മൾ ഇടാറില്ല. പക്ഷേ ഇടയ്ക്ക് ഈ മിഡിൽ പോർഷനിൽ ഇടണമെന്ന് ഞാൻ പറയത്തില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ സ്കാൽപ്പിൽ മസ്റ്റായിട്ട് നമ്മളുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവാക്കാൻ വേണ്ടി മുടിയുടെ തുമ്പിലും ഇടണം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവാകും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എണ്ണ തേക്കുമ്പോൾ മുടിയുടെ തുമ്പിൽ ഇച്ചിരി എണ്ണ തേച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവാകുമെന്ന് 100% ഞാൻ ഗ്യാരണ്ടി തരാം. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നല്ലതാണ് 2 മാസമെങ്കിലും കൂടുമ്പോൾ തുമ്പൊരിച്ചിരി മുറിക്കുന്നത് നല്ലതാണ്. മീൻസ് 1 ഇഞ്ചോ 1 ഇഞ്ചെന്ന് പറയുമ്പോൾ ഇത്രേ വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അതിൽ കൂടുതൽ മുറിക്കേണ്ട, അത്രയും മുറിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കിളിക്കും. അപ്പം നമുക്ക് ഇത്രയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടും. ഉള്ള മുടി നല്ല ഹെൽത്തി ആകും. ഞാനിപ്പോൾ കസ്റ്റർ ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എണ്ണ, അപ്പോൾ ചില ആൾക്കാരൊക്കെ കാച്ചിയ എണ്ണ നാളുകളായിട്ട് തേക്കുന്നവർ വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണയോ ഒക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് പഴയ മുടി കൊഴിഞ്ഞു പോയതെല്ലാം നന്നായിട്ട് കിളിച്ചു വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാലേ ഹെൽത്തി ആയിട്ടുള്ള ഹെയറും, സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ലാത്ത ഹെയർ ആണല്ലോ നല്ല ഹെയർ അല്ലെങ്കിൽ ഹെൽത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ പായ്ക്കാണ്.
വളരെ സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഉള്ളിനീര് അറിയാമല്ലോ, ഒരുപാട് പേര് ഉള്ളിനീരും വെച്ച് തലയിൽ തേക്കുമെന്നവരായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ചില ആളുകൾക്ക് ഈ ഉള്ളിനീര് അലർജി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അലർജി ഉണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് തേക്കാൻ. ആദ്യം ഒന്ന് ഇച്ചിരി പോർഷനിലെങ്ങാനും ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പം നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് തല മൊത്തം തേക്കാവും. ഇത് പിന്നെ സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി. നമുക്കിതിലേക്ക് 3 സാധനങ്ങൾ മതി ആകെ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് വേണ്ടത്. പിന്നെ ഞാനൊരു ചെറിയ ഇഞ്ചി എടുത്ത്, ചെറിയൊരു പീസ് ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ആക്കുമ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഒഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സവോളയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ട് അത് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം രണ്ടും പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ടീസ്പൂണും ഇത് 2 ടീസ്പൂണും ഉണ്ട് ആ പേസ്റ്റ്. അത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഇത് 2 ടീസ്പൂൺ നമ്മുടെ സവോള പേസ്റ്റ് ആക്കിയത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ ആവണക്കെണ്ണയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം എല്ലാം കൂടി. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടി പറയാം, ഞാനിത് നീര് മാത്രമല്ല എടുത്തേക്കുന്നത്, ആ കൊത്തും എല്ലാം കൂടെ എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്തോട്ടൊരു 3 ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി 1 ടീസ്പൂണും 2 ടീസ്പൂൺ സവോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിക്കണം. 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളി എടുക്കാതിരിക്കുന്നത്. ഇപ്പോൾ ചിലവർ ഉള്ളി നീരെടുത്തിട്ട് തേക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ തേക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരുപാട് നീര് തലയിൽ തേക്കുന്നതാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും ഒരുപാട് ഇടുന്നത് മുടിക്ക് കേടാം, മുടി കൊഴി. അപ്പോൾ ആവശ്യത്തിന് ഈ 2 ടീസ്പൂൺ, അത് ഒത്തിരി അധികമല്ല, ഇതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാവരും പായ്ക്ക് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി. നന്നായിട്ട് വകുപ്പെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയാം. പിന്നെ ഉള്ളിയുടെ ഒരു സ്മെല്ല് കാണും, അത് 2 വട്ടം ഷാമ്പു അടുപ്പിച്ചിടുവോ, അല്ലെങ്കിൽ ഇപ്പം രാവിലെ നമ്മൾ ഈ പായ്ക്കിടുന്നവർ രാവിലെയും ഷാമ്പു ഇട്ട് വൈകിട്ട് കുളിക്കുമ്പോൾ വൈകിട്ടൂടെ ഷാമ്പു ഇടുവാണെങ്കിൽ ആ സ്മെല്ലങ്ങ് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ച് സ്മെല്ലുണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടയൊക്കെ ഇടുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട്, അതേപോലെ ഉള്ളിനീരിനും ഒരു സ്മെല്ലുണ്ട്. പിന്നെ നിങ്ങൾ സമാധാനിക്കേണ്ടത് നമ്മുടെ മുടി കിളിക്കാനല്ലേ, വേറെ ഒന്നിനല്ല. അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെടണ്ടേ. ഈ സ്മെല്ലൊക്കെ നമുക്ക് സഹിച്ച് നമുക്കത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല എഫക്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.